ശശി തരൂരിന് ഇപ്പോൾ കണ്ടകശനിയാണ് എന്ന് വേണം കരുതാൻ. കാരണം എന്തെങ്കിലും ഒരു ആരോപണം ആർക്കെങ്കിലും നേരെ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത പണി കിട്ടും. അതും പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നാണ് ശശി തരൂരിന് പണികൾ കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം BJP സർക്കാരിനെതിരെയും മോദിക്കെതിരെയും ഒക്കെ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ പരിഹാസങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ പല കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ട അവസ്ഥയിലാണ് ശശി തരൂർ. ശശി തരൂരിനെ എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നത് സ്വന്തം ജീവനക്കാരൻ തന്നെയാണ്. സ്വർണ്ണക്കടത്തിലാണ് ഇപ്പോൾ ശശി തരൂർ വീണ്ടും കുടുങ്ങിയിരിക്കുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ സ്വർണം കടത്തുന്നതിനിടെ ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിദേശയാത്രയിൽ നിന്ന് മടങ്ങിയെത്തിയ വ്യക്തിയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതിനിടെയാണ് തരൂരിന്റെ PA ശിവകുമാർ പിടിയിലായത് എന്നാണ് റിപ്പോർട്ടുകൾ. യാത്രികനിൽ നിന്ന് സ്വർണം വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. PA അടക്കം രണ്ടുപേരെയാണ് പിടികൂടിയത്. വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. കസ്റ്റംസ് പിടികൂടിയ ഇവരിൽ നിന്ന് 500 ഗ്രാം സ്വർണം കണ്ടെത്തി എന്നാണ് വിവരം. സ്വർണ്ണക്കടത്തിന് ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായ ശിവകുമാർ പ്രസാദ് തന്റെ മുൻ സ്റ്റാഫാണെന്ന് ശശി തരൂർ MP പ്രതികരിച്ചിട്ടുണ്ട്. 72കാരനും വൃക്ക രോഗിയുമായ ശിവകുമാറിനെ താൽക്കാലികമായി തന്റെ സ്റ്റാഫിൽ തുടരാൻ അനുവദിച്ചിരുന്നു. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും തരൂർ Xൽ കുറിച്ചു. ശിവകുമാറിന്മേൽ ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റും അംഗീകരിക്കുന്നില്ല. ആവശ്യമായ എന്തു നടപടിയും സ്വീകരിക്കാനുള്ള അധികാരികളുടെ നീക്കങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും തരൂർ വ്യക്തമാക്കി. ഡൽഹി വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിലാണ് പിടിയിലായത്. ഇതിൽ ഒരാളായ ശിവകുമാർ പ്രസാദാണ് ശശി തരൂർ MPയുടെ PA എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയത്. ഇയാൾ യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാനെത്തിയതാണെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 500 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. ശശി തരൂരിന്റെ ഔദ്യോഗിക സ്റ്റാഫുകളുടെ പട്ടികയിൽ ഇയാളുടെ പേര് ഉണ്ടായിരുന്നില്ല. ഡൽഹിയിലെ വീട് കേന്ദ്രീകരിച്ചാണ് ഇയാൾ താൽക്കാലിക ജോലി ചെയ്തിരുന്നത്.